സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ തഫ്സീറിൽ 46 വരെയുള്ള ആയത്തുകളാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു: യാ ബനി ഇസ്രായീൽ അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ. യാ ബനി ഇസ്രായീൽ, ഓ ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറു നിങ്ങൾ ഓർക്കുക, നിഅമതി എൻ്റെ അനുഗ്രഹങ്ങൾ, അല്ലതി അൻഅംതു അലൈക്കും നിങ്ങൾക്കുമേൽ ഞാൻ ചൊരിഞ്ഞു തന്ന എൻ്റെ നിഅമത്തുകൾ നിങ്ങൾ ഓർക്കുക. വഅന്നി ഫദ്ദൽതുക്കും ഞാൻ നിങ്ങൾക്ക് ഫദ്ൽ നൽകി, ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കി എന്നതും ഓർക്കുക. അലൽ ആലമീൻ ലോകരിൽ ഞാൻ നിങ്ങൾക്ക് ശ്രേഷ്ഠത നൽകി എന്നതും നിങ്ങൾ ഓർക്കുക. അള്ളാഹു ഇസ്രായേൽ സന്തതികളെ വീണ്ടും വിളിക്കുകയും അവരോട് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഓർക്കാൻ പറയുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഓർക്കുക അവൻ്റെ ശുക്രിനെ സഹായിക്കും. ശുക്രില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ എടുത്തു നീക്കപ്പെടും. അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ ശുക്രിന് പകരം കുഫ്റിനാൽ അഥവാ നന്ദികേടോടെയാണ് ഒരാൾ സ്വീകരിക്കുന്നത് എങ്കിൽ ആ നിഅമത്തുകൾ എടുത്തു നീക്കപ്പെടാൻ ഏറെ സാധ്യതയുണ്ട്. അള്ളാഹു പറഞ്ഞു: വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നക്കും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. വഇദ് തഅദ്ദന റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ച സന്ദർഭം, ലഇൻ ശകർതും നിങ്ങൾ നന്ദി കാണിച്ചാൽ ലഅസീദന്നക്കും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകുന്നതാണ്. വലഇൻ കഫർതും ഇനി നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ ഇന്ന അദാബി ലശദീദ് എൻ്റെ ശിക്ഷ അത് കഠിനമായ ശിക്ഷയാണ്. നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കുക 3 കാര്യങ്ങളോടെയാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ നിഅമത്ത് തിരിച്ചറിയുക, അത് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. നിഅമത്ത് തിരിച്ചറിയാത്തവനെങ്ങനെയാണ് അള്ളാഹുവിന് നന്ദി കാണിക്കുക? നിഅമത്ത് ഉണ്ട് എന്ന് ഒരാൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനേകം നിഅമത്തുകൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞത് കാണാം. സൂറത്തുൻ നിഅം, അനുഗ്രഹങ്ങളുടെ സൂറത്ത് എന്ന് സൂറത്തുൻ നഹ്ൽ അറിയപ്പെട്ടിട്ടുണ്ട്. ആ സൂറത്ത് നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ തുടക്കം മുതൽ അള്ളാഹു തൗഹീദ് പഠിപ്പിച്ചു, അവൻ്റെ നബിമാരെ നിയോഗിച്ചു എന്നതു മുതൽ ഒട്ടനേകം അവൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു എടുത്തു പറഞ്ഞത് കാണാം. അള്ളാഹു പറഞ്ഞു: വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറത വബാത്തിന. വഅസ്ബഗ അലൈക്കും നിഅമ, അള്ളാഹു നിങ്ങൾക്ക് മേൽ അവൻ്റെ അനുഗ്രഹം അതുകൊണ്ട് നിങ്ങളെ മൂടിയിരിക്കുന്നു. ളാഹിറത വബാത്തിന, പുറമേക്ക് കാണുന്ന അനുഗ്രഹങ്ങളും കാണാത്ത അനുഗ്രഹങ്ങളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നിഅമത്തുകൾ തിരിച്ചറിയാൻ നമ്മേറെ സഹായിക്കുന്ന കാര്യമാണ്. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളിൽ താഴെയുള്ളവരിലേക്ക് നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങൾക്ക് മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. ദാലിക അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ നിസാരമായി തോന്നാതിരിക്കാൻ അതാണ് നല്ലത്. നിഅമത്ത് ഒരുപാട് എനിക്കുണ്ട് എന്നൊരാൾ തിരിച്ചറിയാതെ ഒരാൾക്ക് നിഅമത്തിന് ശുക്ർ ചെയ്യുക സാധ്യമല്ല. രണ്ടാമത്തേത്, നാവ് കൊണ്ട്, ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ആ ശുക്ർ കാണിക്കുക എന്നതാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അത് വളരെ ലളിതമായ വാക്കാണ് എങ്കിലും അതിൻ്റെ പ്രതിഫലം വളരെ വലുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്ന വാക്ക് മീസാൻ നിറക്കുന്ന വാക്കാണ്. പരലോകത്തെ മീസാനാകട്ടെ ആകാശഭൂമികളെ തൂക്കാൻ മാത്രം വലിപ്പമുള്ളതാണ്. ആകാശഭൂമികളെ തൂക്കണമെങ്കിൽ പരലോകത്തെ തുലാസിൽ തൂക്കാം, പക്ഷേ അത് നിറയും അൽഹംദുലില്ലാഹ് എന്ന വാക്കുകൊണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ആ വാക്കിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. എന്താണത്? മുഅ്മിനീങ്ങൾക്ക് നാളെ പരലോകത്ത് സ്വർഗം ലഭിച്ചാൽ സ്വർഗത്തേക്കാൾ വലിയ എന്ത് നിഅമത്താണുള്ളത്? ഒന്നുമില്ല.
പക്ഷേ സ്വർഗം ലഭിച്ചാൽ അവർ പറയുന്നത് അൽഹംദുലില്ലാ എന്നാണ്. അൽഹംദുലില്ലാഹില്ലദി ഹദാനാ ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ്. ഇതിലേക്ക് ഞങ്ങളെ വഴി നടത്തിയ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അള്ളാഹു വഴി നടത്തിയില്ലായിരുന്നെങ്കിൽ ഇതിലേക്കുള്ള വഴിയിൽ ഞങ്ങൾ ഒരിക്കലും എത്തിച്ചേരില്ലായിരുന്നു. അൽഹംദുലില്ലാ എന്നാണ് അവർ പറയുന്നത്. റബ്ബ് അവൻ്റെ ഔദാര്യത്താൽ, അവൻ്റെ റഹ്മത്തിനാൽ, അവൻ്റെ നിഅമത്തുകൾക്ക് ശുക്റായി ഇത് അള്ളാഹു സ്വീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അള്ളാഹു തൃപ്തിപ്പെടുന്നു നിങ്ങളിൽ ഒരാൾ ഒരു ഉരുള ഭക്ഷണം കഴിച്ച് ഒരിറക്ക് വെള്ളം കുടിച്ച് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. കുറച്ചെന്തെങ്കിലും തിന്നാണ്, ഒരു ചെറിയ ഭക്ഷണം, ഒരു ലഘു ഭക്ഷണം ഒന്ന് വായിലിട്ട് താഴേക്ക് ഇറങ്ങിയതാണ്. അൽഹംദുലില്ലാ എന്ന് നീ പറയുന്നു. ഒരിറക്ക് വെള്ളം കുടിച്ചതാണ്. അൽഹംദുലില്ലാ എന്ന് നീ പറഞ്ഞാൽ അള്ളാഹു അത് തൃപ്തിപ്പെടുന്നു. ഇന്നല്ലാഹ യർദാ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹുവിൻ്റെ തൃപ്തി വളരെ വലുതാണ്. അള്ളാഹുവിൻ്റെ റിദാ അത് എത്ര വലുതാണ്, വളരെ വളരെ വലുതാണ്. അപ്പോൾ നോക്കൂ, നന്ദി കാണിക്കുക, അൽഹംദുലില്ലാ എന്ന് പറയുക, അത് ഒരിക്കലും മറക്കരുത്, മടിക്കരുത്. അതിൻ്റെ വില വളരെ വലുതാണ്. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ അള്ളാഹു ഹറാമാക്കിയതിൽ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ്. റബ്ബിൻ്റെ നിഅമത്ത് ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടാത്തതിൽ നീ ഉപയോഗിക്കരുത്. നിൻ്റെ ആയുസ് അള്ളാഹു തന്നതാണ്, യൗവനം അള്ളാഹു തന്നതാണ്, ആരോഗ്യം അള്ളാഹു തന്നതാണ്, കണ്ണും കാതും കൽബുമൊക്കെ റബ്ബ് തന്നതാണ്. ഇതൊന്നും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതിൽ ഉപയോഗിക്കരുത്. അത് ഉപയോഗിച്ചാൽ നീ അള്ളാഹുവിനോട് നന്ദി കാണിച്ചിട്ടില്ല, അള്ളാഹുവിനുള്ള ശുക്ർ നീ കാണിച്ചിട്ടില്ല. ശുക്ർ വളരെ കുറവാണ് ആളുകൾക്കിടയിൽ. അള്ളാഹു പറഞ്ഞു, വഖലീലും മിൻ ഇബാദിയ ശക്കൂർ, എൻ്റെ അടിമകളിൽ ശുക്റുള്ളവർ വളരെ കുറവാണ്. ആളുകളിൽ ശുക്റുള്ളവർ കുറവാണ്, ശുക്റുള്ളവരുടെ ശുക്ർ തന്നെ വളരെ കുറവാണ്. പടപ്പുകളിലെ ശുക്ർ കാണിക്കുന്ന ആളുകൾ വളരെ കുറവാണ്, ശുക്ർ കാണിക്കുന്നവരുടെ ശുക്ർ തന്നെ വളരെ വളരെ കുറവാണ്. ഖലീലു മിൻ ഇബാദിയ ശക്കൂർ, അള്ളാഹു പറഞ്ഞു എൻ്റെ അടിമകളിൽ ശുക്ർ കാണിക്കുന്നവർ വളരെ വളരെ കുറവാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലുകളിൽ നീര് വരുവോളം രാത്രി നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബി എന്തിനാണ് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട അങ്ങ് ഇങ്ങനെ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ അഫലാ അകൂന അബ്ദൻ ശക്കൂറ, ഓ ആയിഷ ഞാൻ ശുക്റുള്ള ഒരടിമയാകണ്ടേ? അപ്പോൾ നോക്കൂ, ശുക്ർ എന്ന് പറയുന്നത് ആളുകളിൽ വളരെ കുറവാണ്. അത് ചെയ്യുന്നവർ വളരെ കുറവാണ്, ചെയ്യുന്ന ആളുകളുടെ ശുക്ർ തന്നെ വളരെ കുറവാണ്. അപ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്താലുള്ള വലിയ ദുനിയാവിലെ തന്നെ ഉള്ള നിഅമത്താണ് അവൻ നിഅമത്ത് വർദ്ധിപ്പിച്ചു തരും എന്നത്. ശുക്റിനെ പിടിച്ചു വെക്കുന്നതാ, നിഅമത്തിനെ പിടിച്ചു വെക്കുന്നതും കൂടുതൽ കൊണ്ടുവരുന്നതുമാണ് ശുക്ർ. നിഅമത്തിനെ ഇല്ലാതാക്കി കളയുന്നതും തടഞ്ഞു വെക്കുന്നതുമാണ് കുഫർ. ശുക്റിൻ്റെ വിപരീതമായി കുഫർ പ്രയോഗിക്കാറുണ്ട്. ശുക്ർ നന്ദിയാണ്, കുഫർ നന്ദികേടാണ്. അപ്പോൾ നോക്കൂ, അള്ളാഹു ഇസ്രായേലരോട് പറഞ്ഞു, എൻ്റെ നിഅമത്തുകൾ നിങ്ങൾ ഓർക്കുക, ഞാൻ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങൾ. വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ, ലോകരിൽ ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്നതും ഓർക്കുക. ലോകരിൽ ഇസ്രായേലരെ ശ്രേഷ്ഠരാക്കി എന്ന് പറഞ്ഞാൽ അവർ ജീവിച്ചിരുന്ന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നതിന് മുമ്പുള്ള സമൂഹങ്ങളിൽ അവർ ശ്രേഷ്ഠരായിരുന്നു. ഇസ്രായേലർ ശ്രേഷ്ഠനാണ്. അവർ ഈമാൻ പിൻപറ്റിയ കാലത്ത്, മൂസ അലൈഹിസ്സലാമിൻ്റെ കാലത്ത് മൂസ നബിയെ പിൻപറ്റിയ ബനു ഇസ്രായേൽ ബാക്കിയുള്ള ഖിബ്തികളെക്കാളും ബാക്കിയുള്ള ഏതേത് ജനസമൂഹങ്ങളെക്കാളും ശ്രേഷ്ഠരാണ്. ഈമാൻ അവർ സ്വീകരിച്ചപ്പോൾ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതോടെ ലോകരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഉമ്മത്ത് നിയോഗിതരായി. അതാരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ഈ ഉമ്മത്ത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മുആവിയത്ത് ഇബ്നു ഹൈദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി എന്ന ആയത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുആവിയത്ത് ഇബ്നു ഹൈദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഖുർആനിലെ ആയത്താണല്ലോ. ജനങ്ങളിൽ ആളുകൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മത്താണ് നിങ്ങൾ എന്ന ആയത്ത്. അതേക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഇന്നകും തുതിമ്മൂന 70 ഉമ്മ, ഇന്നകും തുതിമ്മൂന 70 ഉമ്മ, നിങ്ങൾ 70 സമുദായങ്ങളെ പൂർത്തീകരിക്കുന്ന സമുദായമാണ്. നിങ്ങളോടെ 70 സമുദായങ്ങൾ പൂർത്തീകരിക്കപ്പെടും, 70 ഉമ്മത്തുകൾ പൂർത്തീകരിക്കപ്പെടും. അൻതും ഖൈറുഹാ വ അക്രമുഹാ അലല്ലാഹ്, നിങ്ങളാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠരായ, അള്ളാഹുവിൽ ഏറ്റവും സ്ഥാനമുള്ള ഉമ്മത്ത്. 70 ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഇതുവരെ നിയോഗിക്കപ്പെട്ട നബിമാരുടെ സമൂഹങ്ങൾ ആകെ 70 എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുള്ളത് 70 വൻ സമൂഹങ്ങൾ, വളരെ വലിയ ഉമ്മത്തുകൾ ഈ ഉമ്മത്തോടെ പൂർത്തീകരിക്കപ്പെട്ടു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തോടെ അതിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. അപ്പോൾ ഇസ്രായേലരെ അള്ളാഹു ശ്രേഷ്ഠരാക്കി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ ഈമാൻ സ്വീകരിച്ചിരുന്ന കാലത്ത്, അതും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ് ഉദ്ദേശം. അള്ളാഹു ആ ശ്രേഷ്ഠത നൽകിയത് ഓർക്കാൻ അവരോട് പറഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമ്മൾ അതിനേക്കാൾ ഓർക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. കാരണം ഈ ഉമ്മത്തിന് അള്ളാഹു അതിലേറെ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. ഈ ഉമ്മത്തിൻ്റെ ശ്രേഷ്ഠത അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഈ ഉമ്മത്തിൻ്റെ നബിയുടെ ശ്രേഷ്ഠതയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത. കാരണം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. ബാക്കിയുള്ള ഒരുപാട് നബിമാർക്ക് നൽകപ്പെടാത്ത പല പ്രത്യേകതകൾ, ഒരു നബിക്കും നൽകാത്ത, അള്ളാഹു നൽകിയിട്ടില്ലാത്ത പ്രത്യേകതകൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുമാത്രം സുബ്ഹാനല്ലാഹ് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളായി രേഖപ്പെടുത്തിയിട്ട് വരെ കാണാം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അള്ളാഹു നൽകിയ പ്രത്യേകതകൾ. അതിനൊന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരേക്കുള്ള മുഴുവൻ മനുഷ്യരിലേക്ക്, അറബികളിലേക്കും അനറബികളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ് എന്നത്. ബാക്കിയുള്ള നബിമാരെല്ലാം അവരുടെ ഒരു പ്രത്യേക നാട്ടിലേക്ക്, സമൂഹത്തിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരിലേക്കും, കറുത്തവരിലേക്കും വെളുത്തവരിലേക്കും അതുപോലെ ജിന്നുകളിലേക്കും ഇൻസുകളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ്. അതുപോലെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപ് ഒരു സമൂഹത്തിനും ഗനീമത്ത് സ്വത്ത് അള്ളാഹു അനുവദിച്ച് നൽകിയിരുന്നില്ല, യുദ്ധാർജിത സ്വത്ത് അള്ളാഹു അനുവദിച്ച് നൽകിയിരുന്നില്ല. മറിച്ച് പഴയ സമൂഹങ്ങളിൽ എന്തായിരുന്നു, അവരിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം കഴിഞ്ഞാൽ അതിലൂടെ നേടിയെടുത്ത സ്വത്ത് മുഴുവൻ അവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ആകാശത്തു നിന്നൊരു തീ വീഴുകയും എന്നിട്ട് ഈ യുദ്ധാർജിത സ്വത്ത് മുഴുവൻ കരിച്ചു കളയുകയും ചെയ്യും. ആകാശത്ത് തീ വരും. എന്തെങ്കിലും ആ യുദ്ധാർജിത സ്വത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈനികൻ കട്ടെടുത്തിട്ടുണ്ട് എങ്കിൽ, ഗുരുവൻ എന്ന് പറയും, ആ തീ വരികയില്ല. അപ്പോൾ അവർ പരിശോധിക്കും, എന്നിട്ട് എല്ലാവരോടും വെക്കാൻ പറയും. വെച്ച് കഴിഞ്ഞാൽ മാത്രം മുകളിൽ നിന്ന് തീ വരികയും എന്നിട്ട് അത് കരിച്ചു കളയുകയും ചെയ്യും. മുകളിൽ നിന്ന് തീ വരിക എന്നിട്ട് അത് കരിച്ചു കളയുക എന്നത് അള്ളാഹു ഒരു കാര്യം സ്വീകരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമായി പണ്ട് തന്നെ അറിയപ്പെട്ട കാര്യമാണ്. പഴയ സമുദായങ്ങളിൽ അത് അറിയപ്പെട്ട കാര്യമായിരുന്നു. അതുപോലെ നോക്കൂ, പഴയ സമുദായങ്ങൾക്കുള്ള പ്രത്യേകതയാണ് അവർക്ക് അവരുടെ ഇബാദത്ത്, നിസ്കാരം നിർവഹിക്കാൻ അനുവാദമുണ്ടായിരുന്നത് പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു. അവരുടെ സൗമഅത്തുകൾ, അവരുടെ ബിയകൾ, ഇതൊക്കെ പഴയ സമുദായങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളുടെ പേരാണ്. സൗമ, ബിയ തുടങ്ങിയത്. ഈ ഉമ്മത്തിന് മസ്ജിദുകൾ, ഈ ഉമ്മത്തിൻ്റെ ആരാധനാ കേന്ദ്രം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നോക്കൂ, അവർക്ക് അവിടെ മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജുഇലത് ലിയൽ അർദു മസ്ജിദൻ വ തഹൂറ, എനിക്ക് ഭൂമി മുഴുവൻ മസ്ജിദും തഹൂറുമാണ്. എൻ്റെ ഉമ്മത്തിൽ ഒരാൾക്ക് എവിടെ വെച്ച് നിസ്കാരത്തിൻ്റെ സമയമായോ അവിടെ വെച്ച് നിസ്കരിക്കാം. അവൻ്റെ മുന്നിൽ നിസ്കരിക്കാനുള്ള ഇടവുമുണ്ട്, നിസ്കരിക്കാൻ ശുദ്ധീകരിക്കാനുള്ള മണ്ണുമുണ്ട്, രണ്ടുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. അതുപോലെ ബാക്കിയുള്ള നബിമാരെല്ലാം അവർക്ക് ഉത്തരം കിട്ടുന്ന ദുആ ഈ ലോകത്ത് തന്നെ അവർ അത് ഉപയോഗിച്ചു. ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ദുആ അവർക്ക് അള്ളാഹു എല്ലാ നബിമാർക്കും നൽകി. അവരെല്ലാം ഈ ലോകത്ത് അത് ഉപയോഗിച്ചു, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനത് എൻ്റെ ഉമ്മത്തിനുള്ള ശഫാഅത്തായി
അതിനുവേണ്ടി നീക്കിവെച്ചിരിക്കുന്നു. പരലോകത്ത് ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാൻ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നീക്കിവെക്കുകയുണ്ടായി. അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നുൽ ആഖിറൂന അസ്സാബിഖൂന യൗമൽ ഖിയാമ. നമ്മൾ അവസാനത്തെ ഉമ്മത്താണ്, എന്നാൽ പരലോകത്ത് ആദ്യത്തെ ഉമ്മത്താണ്. നമ്മെ ആണ് ആദ്യം വിചാരണ ചെയ്യുക. ഈ ഉമ്മത്തിൻ്റെ വിചാരണക്ക് മുഴുവൻ നബിമാരും അവരുടെ സമൂഹങ്ങളും സാക്ഷികളായിരിക്കും. ഈ ഉമ്മത്തിൻ്റെ വിചാരണ മുഴുവൻ നബിമാരും അവരുടെ സമൂഹങ്ങളും കാണും. അതുപോലെ ഈ ഉമ്മത്താണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക. ഈ ഉമ്മത്താണ് സ്വർഗത്തിൽ ഭൂരിപക്ഷം. സ്വർഗത്തിലെ ഭൂരിപക്ഷം ആരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ മറ്റൊരു പ്രത്യേകതയാണ്, നബി പറഞ്ഞു, നുസ്റതു ബിർറുഅബി മസീറത ഷഹരിൻ. ഒരു മാസം വഴി ദൂരം ഭയം കൊണ്ട് അള്ളാഹു എന്നെ സഹായിച്ചിരിക്കുന്നു. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശത്രു ജനസമൂഹത്തിലേക്ക് പുറപ്പെടുകയാണ് എങ്കിൽ ഒരു മാസം മുൻപ് അവരുടെ മനസ്സിൽ അള്ളാഹു ഭയമിട്ട് കൊടുക്കും. അവരുടെ മനസ്സിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പേടിയിട്ട് കൊടുക്കുമെന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതുപോലെ അവിടത്തേക്ക് അള്ളാഹു പരലോകത്ത് പ്രത്യേകമായ മുഴുവൻ മനുഷ്യർക്കും ലഭിക്കുന്ന ഷഫാഅത്ത് നൽകിയിരിക്കുന്നു. അതിനാണ് മഖാമുൻ മഹ്മൂദ് എന്നും പറയുക. വിചാരണക്കെടുക്കാൻ അള്ളാഹുവിനോട് ശുപാർശ പറയുക നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുപോലെ ഏറ്റവും അധികം അനുയായികളുള്ള, ഏറ്റവും അധികം മുത്തബിഅകൾ പിൻപറ്റിയ ആളുകളുള്ളത് ഏത് നബിയാണ്? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മറ്റൊരു നബിക്കും ഇതുപോലെ ഒരു ഉമ്മത്ത് ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്റാ മിഅ്റാജിൻ്റെ രാത്രിയിൽ ഉമ്മത്തുകൾ കാണിക്കപ്പെട്ടു. പല നബിമാരുടെയും. ചില നബിമാരുടെ കൂടെ കുറച്ചാളുകൾ, ചില നബിമാരുടെ കൂടെ ഒരാൾ മാത്രം. ഒരു നബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, ആ നബിയുടെ കൂടെ ആരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്ക്, ഒരു നബിയെ അള്ളാഹു ഒരു സമൂഹത്തിലേക്ക് നിയോഗിച്ചത് ഒരാൾ പോലും വിശ്വസിച്ചില്ല, ഒരാൾ പോലും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ ഉമ്മത്തിനെ കണ്ടു. നബി വിചാരിച്ചു അത് എൻ്റെ ഉമ്മത്തായിരിക്കുമെന്ന്. പക്ഷെ അത് ആരുടെ ഉമ്മത്തായിരുന്നു? മൂസാ അലൈഹിസ്സലാമിൻ്റെ ഉമ്മത്ത്. പിന്നെ അതാ ചക്രവാളം മുട്ടുന്ന ഒരു വലിയ ഉമ്മത്തിനെ കാണിച്ചു കൊടുത്തു. അതാണ് ഈ ഉമ്മ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു. അപ്പോൾ ബനു ഇസ്രായേലർക്ക് അല്ലാഹു നൽകിയ ഫضൽ എന്നത് ഈ ഉമ്മത്തിനു മുൻപ് മറ്റുള്ള സമൂഹങ്ങൾക്കിടയിൽ ആ കാലത്ത് നൽകിയ ശ്രേഷ്ഠത മാത്രമാണ്. ആ കാലത്ത് നൽകിയ ശ്രേഷ്ഠതയാണ്. പക്ഷേ അതിന് ശുക്ർ കാണിക്കാൻ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ ഇവരോട് പറഞ്ഞു. എന്തുകൊണ്ടാണത്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. ആബാഇന് പൂർവ്വപിതാക്കൾക്ക് അള്ളാഹു ഒരു നിഅമത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ, വളരെ ശ്രദ്ധിക്കുക കാര്യം, പൂർവ്വപിതാക്കൾക്ക് അള്ളാഹു ഒരു നിഅമത്ത്, ഒരു അനുഗ്രഹം നൽകിയാൽ അത് മക്കൾക്കുമുള്ള, പരമ്പരക്കുമുള്ള അനുഗ്രഹമാണ്. അവരും അതിൻ്റെ ഗുണഫലം അനുഭവിക്കും. നേരെ തിരിച്ചും മക്കൾക്ക് അല്ലെങ്കിൽ സന്താന പരമ്പരകൾക്ക് അള്ളാഹു നൽകിയ നിഅമത്ത് പൂർവ്വപിതാക്കൾക്ക് കൂടി ഉള്ള നിഅമത്താണ്. എന്ന് പറഞ്ഞാൽ അവരുടെ മക്കളാണ് ഈ നന്മ അനുഭവിക്കുന്നത്. അത് അവരുടെ കൂടി ഗുണമാണ് എന്നർത്ഥം. അതവരുടെ കൂടി ഗുണമാണ് എന്ന് അർത്ഥം. നമ്മുടെ മക്കൾ അത് എത്ര തലമുറ കഴിഞ്ഞാൽ അവർക്ക് ഖൈർ ലഭിക്കുക എന്നത് അത് നമുക്ക് ഖൈറായ കാര്യമാണ്. അവർ നശിച്ചു പോവുക എന്നതിനേക്കാൾ അത് നല്ല കാര്യമാണ്. അതുപോലെ നേരെ തിരിച്ചും പൂർവ്വപിതാക്കൾക്ക് അള്ളാഹു നൽകിയ നന്മ പിൽക്കാലക്കാർക്ക് കൂടിയുള്ള നന്മയാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല ബദറിൽ അള്ളാഹു മുസ്ലിമീങ്ങളെ സഹായിച്ചതിന് അതേക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് കാണാം. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ. ബദറിൽ നമ്മുടെ മുൻഗാമികളെ അള്ളാഹു സഹായിച്ചു എന്നാൽ അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്താണ്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണത്. അതുകൊണ്ട് മുൻഗാമികൾക്ക് അള്ളാഹു നൽകിയ നിഅമത്ത് പിൽക്കാലക്കാരെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് നോക്കൂ, റബ്ബ് പറയുന്നത് വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. വത്തഖൂ യൗമ, നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കുക. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ, ലാ തജ്സി, അവിടെ ഒരു ഉപകാരവും ചെയ്യുകയില്ല. നഫ്സുൻ, നഫ്സ് എന്ന് പറഞ്ഞാൽ ഒരാളും,
നഫ്സ് എന്ന പദം പല അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. നഫ്സ്, റൂഹിന്, ആത്മാവിന് എന്തു പറയും? നഫ്സ് എന്ന് പറയാറുണ്ട്. അതുപോലെ ഒരാളുടെ ശരീരത്തിന് നഫ്സ് എന്ന് പറയും, ഒരാൾ എന്ന അർത്ഥത്തിൽ നഫ്സ് എന്ന് പറയും. അതുപോലെ രക്തം എന്ന അർത്ഥത്തിനും എന്തു പറയും? രക്തം എന്ന അർത്ഥത്തിൽ നഫ്സ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് നിഫാസ്, പ്രസവരക്തത്തിന് എന്താണ് പറയുക? നിഫാസ്. അത് നഫ്സിൽ നിന്ന് വന്നതാണ്. നഫ്സ് എന്ന വാക്ക് രക്തം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അന്നഖഈ റഹിമഹുല്ലാഹ് എന്നുപേരുള്ള മുൻഗാമികളിൽ പെട്ട, സലഫുകളിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ വാക്കുകളിൽ ഒന്നാണ്, ഫിഖ്ഹിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രസിദ്ധമായ വാക്കുകളിൽ ഒന്നാണ്, ഒരു വെള്ളത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണത്തിലോ വെള്ളത്തിലോ ശുദ്ധിയുള്ള എന്തിലെങ്കിലോ ഒരു വസ്തു ചത്തു വീണു, ഒരു ജീവനുള്ള വസ്തു ചത്തു വീണു. പക്ഷേ ഈ ചത്തു വീണതിന് എന്തില്ല? അദ്ദേഹം പറഞ്ഞു മാ ലാ നഫ്സ ലഹു സായില, മാ ലാ നഫ്സ ലഹു സായില, ഒഴുകുന്ന നഫ്സ് അതിനില്ല. എന്തായിരിക്കും അവിടെ അർത്ഥം? ഒഴുകുന്ന രക്തം അതിനില്ല. അങ്ങനെ ഉള്ളത് ചത്തു വീണാൽ അതെന്താവുകയില്ല? നജസാവുകയില്ല. അത് നജസാവുകയില്ല. ഏതു വസ്തുവാകട്ടെ, പാറ്റകൾ, അതുപോലെ ഈച്ചയോ കൊതുകോ പ്രാണികളോ പോലെയുള്ളത്. കൊതുകിൻ്റെ രക്തം അത് അതിൻ്റെ രക്തമല്ല. അങ്ങനെയുള്ള പ്രാണികൾ, പാറ്റകൾ, ഇങ്ങനെയുള്ളത് വല്ലതും എന്തിലെങ്കിലും വന്നു വീണാൽ, ചത്തു വീണാൽ എന്താവുകയില്ല? അതിനൊന്നും സംഭവിക്കില്ല. വെള്ളം നജസാവുകയോ അല്ലെങ്കിൽ ഭക്ഷണം നജസാവുകയോ ഒന്നും സംഭവിക്കില്ല. അതിനുള്ള തെളിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഈച്ച വെള്ളത്തിൽ വീണാലുള്ള ഹദീസ്. അതിനുള്ള തെളിവാണ്. അത് നജസായിരുന്നുവെങ്കിൽ ചത്തു വീണാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ വെള്ളം ഉപയോഗിക്കാൻ പറയുകയില്ല. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഈച്ച നിങ്ങളുടെ വെള്ളത്തിൽ വീണാൽ എന്ത് ചെയ്യുക? അതിനെ മുക്കിയെടുത്തിട്ട് കളയുക. കാരണം ഫഇന്ന ഫീ ഇഹ്ദാ ജനാഹൈഹി ദാഉൻ വഫിൽ ആഖരി ഷിഫാ ഔ ദവാ. കാരണം അതിൻ്റെ ഒരു ചിറകിൽ രോഗമുണ്ട്, ചിറകിൽ അതിനുള്ള മരുന്നുണ്ട്. മറുചിറക് അതിൽ മുങ്ങുന്നതോടെ ഇത് ശുദ്ധീകരിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് അനുവദിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾക്ക് ഈച്ച വീണത് കുടിക്കാൻ തോന്നിയില്ല, ഒഴിവാക്കണം തോന്നി, അയാൾ ഒഴിവാക്കി. അയാൾക്ക് കുറ്റമുണ്ടോ? കുറ്റമില്ല, പക്ഷെ അനുവാദമുണ്ട്. മനസ്സിലായില്ലേ? അത് കുടിക്കാൻ ശുദ്ധമാണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ അനുവാദമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അത് ആ വെള്ളം കേടുവരുത്തുകയില്ല. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ വഹയിൽ ലഭിക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ശാസ്ത്രം അതിൻ്റെ ഒരു ചിറകിൽ ഉള്ളത് അടുത്ത ചിറക് മുങ്ങുമ്പോൾ അതൊക്കെ വലിച്ചെടുത്ത് വെള്ളം ശുദ്ധീകരിക്കും എന്നൊക്കെ പറഞ്ഞു എന്ന് ചിലർ പറയാറുണ്ട്. ശാസ്ത്രം പറഞ്ഞാൽ ശാസ്ത്രത്തിന് കൊള്ളാം, അത്രയേ ഉള്ളൂ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം, ഇസ്ലാം പറഞ്ഞൊരു കാര്യത്തെ അംഗീകരിച്ചാൽ അൽഹംദുലില്ലാഹ് ഖൈർ, കണ്ടുപിടിച്ചൊരുക്ക് കൊള്ളാം. അത് അംഗീകരിച്ചില്ലേ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരു കുഴപ്പവുമില്ല. കാരണം ഇത് അള്ളാഹുവിൻ്റെ വഹയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഞാൻ പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്തല്ല, അത് വാജിബാണെന്നതിന് അർത്ഥമില്ല. കുടിക്കാനുള്ളത് വാജിബാണ് എന്നർത്ഥമില്ല. ഒരാൾക്ക് അത് പ്രയാസമുണ്ട്, അയാൾക്ക് ഒഴിവാക്കിയാൽ കുറ്റമൊന്നുമില്ല. പക്ഷെ അതിന് ഫിഖ്ഹിയായ മറ്റൊരു പാഠം എന്താണ്? ഇതൊരു ചത്തതാണ്, അത് വീണതുകൊണ്ട് ആ വെള്ളം എന്താകുന്നില്ല? നജസാകുന്നില്ല. നജസാകുമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുകയില്ല. അതിൽ നിന്ന് പണ്ഡിതന്മാർ ക്രോഡീകരിച്ച, അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ഇബ്രാഹിം അന്നഖഈ റഹിമഹുല്ലാഹ് അദ്ദേഹമാണ് ഇത് ആദ്യം പറഞ്ഞതായി അറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഈ വാക്ക് വളരെ പ്രസിദ്ധമാണ്. അഥവാ ഈ കാര്യം ആദ്യം പറഞ്ഞു എന്നല്ല, വല്ലാഹു അലം. ഈ വാക്ക് വളരെ പ്രസിദ്ധമാണ്. മാ ലാ നഫ്സ ലഹു സായില, ഈ സായിലത്തായ നഫ്സ് ഇല്ലാത്ത, അഥവാ ഒഴുകുന്ന നഫ്സിന് അവിടെ അർത്ഥം എന്താണ്? രക്തം. ഒഴുകുന്ന രക്തമില്ലാത്തത്, പാറ്റകളും മറ്റതൊക്കെ എവിടെയെങ്കിലും വീണാൽ അത് നജസല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. ഒരാൾ നിസ്കരിക്കാൻ ഒരു കൊതുക് വന്നു, അവനടിച്ചു, ശരീരത്തിൽ ചോരയായി, നിസ്കാരം പാത്തിലാവോ? ഇല്ല. ആ ഒരല്പ രക്തം അത് കാര്യമാക്കേണ്ടതില്ല. മുൻഗാമികളിൽ ചിലരോട്, സഹാബികളിൽ ചിലരോട് ഇറാഖിൽ നിന്ന് ചില ആളുകൾ വന്നിട്ട് കൊതുകിൻ്റെ രക്തത്തെക്കുറിച്ച് ചോദിച്ചു. നജസാണോ അല്ലേ, കൊതുകിൻ്റെ രക്തം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ
അദ്ദേഹം പറഞ്ഞു അള്ളാഹുൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയെ കൊന്നുകളഞ്ഞ കൗമാണ്, എന്നിട്ട് കൊതുകിൻ്റെ രക്തത്തെക്കുറിച്ച് ചോദിക്കാൻ വന്നിരിക്കുന്നു. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് ഇറാഖിൽ വെച്ചാണ്. അള്ളാഹുൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോരക്കൊരു വിലയും കൽപ്പിക്കാത്ത കൗമ വന്നിട്ട് എന്ത് ചോദിക്കുകയാണ്? കൊതുകിൻ്റെ രക്തത്തെക്കുറിച്ച് ചോദിക്കുക. അവരാണ് കൊന്നതെന്ന അർത്ഥത്തിലല്ല, പക്ഷേ ഇതുപോലുള്ള ചില ചോദ്യങ്ങൾ സലഫുകൾ ദീനിൽ അതിരുവിടുന്ന കാര്യങ്ങളായി കൂട്ടിയിരിക്കുന്നു. അതായത് ആൾക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ പെട്ടെന്നാണ്, അത് കാര്യമാക്കേണ്ടതില്ല അതുപോലുള്ള കാര്യങ്ങൾ. മാത്രമല്ല, നിങ്ങൾ നോക്കിയാൽ പലപ്പോഴും ചെറിയ ചെറിയ ദീനിൽ ഒരു കാര്യത്തിന് നൽകിയ പ്രാധാന്യത്തിനപ്പുറത്ത്, ദീനിൽ ഒരു കാര്യത്തിന് നൽകിയ പ്രാധാന്യത്തിനപ്പുറത്ത് ഒരു കാര്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരാൾ നിങ്ങൾ കണ്ടാൽ അങ്ങനെയുള്ള പലരുടെയും സ്വഭാവമായിരിക്കും വലിയ കാര്യങ്ങൾക്ക് ഇവന് യാതൊരു പ്രാധാന്യം ഉണ്ടാവില്ല. വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് ഇവൻ്റെ അടുത്ത് ഒരു പ്രാധാന്യം ഉണ്ടാവില്ല. അത് പൊതുവേ ഇങ്ങനെയുള്ള ആളുകൾ പരീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? ദീനിൽ അനാവശ്യത്തിൻ്റെ പിന്നാലെ പോയാൽ ആവശ്യമുള്ളത് ഒഴിവാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും വൽ ഗുലൂ, നിങ്ങൾ ഗുലൂവിനെ ദീനിൽ അതിരുവിടുന്നതിനെ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദീന യുസ്റുൻ, ദീൻ വളരെ എളുപ്പമാണ്. വലൻ യുശാദ്ദ ദീന അഹദുൻ ഇല്ലാ ഗലബ, ദീനിനെ ആരെങ്കിലും കടുപ്പമാക്കാൻ ശ്രമിച്ചാൽ ദീൻ അവനെ പരാജയപ്പെടുത്തി കളയും. അതുകൊണ്ടാണ് അത്തരം ആളുകളെ പിന്നീട് നമ്മൾ കാണേണ്ടി വരിക പറ്റ ദീനില്ലാത്ത ഫുസാക്കുകളുടെ, മോശക്കാരായ ആളുകളുടെ, വൃത്തികെട്ട ആളുകളുടെ കൂടെ ആയിരിക്കും. തീരെ ദീനുണ്ടാവില്ല പിന്നെ അവന്, മോശക്കാരായ തിന്മയുടെ ആളുകളുടെ കൂടെ. കാരണം ഇവൻ അനാവശ്യമായ കടുപ്പിക്കാൻ ശ്രമിച്ചു. മനസ്സിലായി? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്ത് നിൽക്കണം, അതിനപ്പുറത്തേക്ക് പോകുന്നത് ശരിയല്ല ഒരു കാര്യത്തിലും. അപ്പോൾ നോക്കൂ, ഇറാഖുകാർ ഇങ്ങനെ വന്ന് ചോദിച്ചതിന് റസൂലുള്ളാഹി സഹാബത്തിൽ ചിലർ പറഞ്ഞ മറുപടിയാണ് ഞാൻ പറഞ്ഞു വന്നത്. നഫ്സിന് ഈ അർത്ഥമുണ്ട്, രക്തമെന്ന അർത്ഥമുണ്ട്, ദേഹം എന്നർത്ഥമുണ്ട്. അതുപോലെ ഒരാളെ മൊത്തത്തിൽ നഫ്സ് എന്ന് പറയാം. മനസ്സിലായില്ലേ? മനസ്സ് എന്ന അർത്ഥത്തിൽ നഫ്സ് ഉപയോഗിക്കാറുണ്ട്. മനസ്സ് എന്ന അർത്ഥത്തിൽ നഫ്സ് ഉപയോഗിക്കാറുണ്ട്, ഒരാളുടെ ഹൃദയം അല്ലെങ്കിൽ മനസ്സ് എന്ന അർത്ഥത്തിൽ. അള്ളാഹു പറഞ്ഞു വനഫ്സിൻ വമാ സവ്വാഹ, നഫ്സും അതിനെ ശരിപ്പെടുത്തിയതും തന്നെ സത്യം. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, അതിൻ്റെ നന്മയും അതിൻ്റെ വൃത്തികേടും അള്ളാഹു അതിന് ബോധന നൽകിയിരിക്കുന്നു. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, അത് ശുദ്ധീകരിച്ചവൻ വിജയിച്ചു, അത് തിന്മകളിൽ കുഴിച്ചുമൂടിയവൻ പരാജിതനായിരിക്കുന്നു. ഖുർആനിൽ ഇത്രയധികം കാര്യം സത്യം ചെയ്ത് അള്ളാഹു വേറൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഇത്രയധികം കാര്യം സത്യം ചെയ്തിട്ട് അള്ളാഹു പറഞ്ഞ കാര്യം എന്താണ്? ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. നിങ്ങൾ ആ സൂറത്തിൽ സത്യം നോക്കി. ശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി വല്ലൈലി ഇദാ യഗ്ഷാഹ വന്നഹാരി ഇദാ ജല്ലാഹ. പിന്നെ الشمس وضحاها والقمر والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها. 11 കാര്യങ്ങൾ. 11 ചില ആയത്തിൽ 2 ഉണ്ട്, ചില ആയത്തിൽ ഒരു സത്യം അങ്ങനെയാണുള്ളത്. വസ്സമായി എന്ന് പറയുമ്പോൾ ആകാശം തന്നെയാണ് സത്യം. ഓമാ ബനാഹ, അതിനെ നിർമ്മിച്ചത് തന്നെയാണ് സത്യം എന്ന് പറയുമ്പോൾ അതിൽ 2 വന്നു. അതേസമയം വല്ലൈലി ഇദാ യഗ്ഷാഹ എന്ന് പറയുമ്പോൾ അതിലൊരു സത്യം മാത്രമാണ്. 11 കാര്യങ്ങൾ സത്യം ചെയ്തിട്ട് അള്ളാഹു പറഞ്ഞ കാര്യമാണെന്ത്? ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. സുബ്ഹാനല്ലാഹ്. ഇമാം അൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതേക്കുറിച്ച് പറയുകയുണ്ടായി, നഫ്സ് എന്ന് പറയുന്നത് നിലവാരമുള്ളതുണ്ടാവും, വളരെ നിലവാരമുള്ളത്, ഉയർന്നത്. അത് സഞ്ചരിക്കുന്നത് അർശിന് ചുറ്റും തവാഫ് ചെയ്യുന്ന മലായിക്കത്തിൻ്റെ കൂടെ ആണ് ആ നഫ്സുള്ളത്. അവൻ ഭൂമിയിലാണ് എങ്കിലും അത്രയും ഔന്നത്യമുള്ള നഫ്സ്. അവൻ ഇഷ്ടപ്പെടുക അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ഉന്നതമായ കാര്യങ്ങൾ മാത്രം. വേറൊരു നഫ്സ് എന്താണ്? ഒട്ടും നിലവാരമില്ലാത്തത്. അവൻ ഇഷ്ടപ്പെടുന്നത് അങ്ങേയറ്റം മ്ലേച്ഛമായ കാര്യങ്ങൾ. ഏതുപോലെ മാലിന്യത്തിന്, വിസർജ്യങ്ങൾക്ക് ചുറ്റും ചുറ്റിക്കൂടുക, ഈച്ചകളും അങ്ങനെയുള്ള ഒരാളും ഇഷ്ടപ്പെടാത്ത ഒട്ടും നിലവാരമില്ലാത്ത
പ്രാണികളും മറ്റുമാണല്ലോ, അതുപോലെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഖുൽ കുല്ലു യഅമലു അലാ ശാക്കിലത്തിഹി, ഓരോരുത്തരും അവർക്ക് യോജിച്ചത് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നീ നിൻ്റെ നഫ്സിനെ വിലയിരുത്തുക, പരിശോധിക്കുക. അതിൻ്റെ ഇഷ്ടം എന്തിനോടാണ്, അതിൻ്റെ താല്പര്യം എന്തിനോടാണ്? ഒരാളും ഇല്ലാതിരിക്കെ, ആരും കാണാതിരിക്കെ ചെയ്യാൻ നിൻ്റെ നഫ്സ് എന്താണ് താല്പര്യപ്പെടുന്നത് എങ്കിൽ നിനക്ക് മനസ്സിലാവും അള്ളാഹു നിനക്ക് ഏത് നഫ്സാണ് നൽകിയിട്ടുള്ളത് എന്ന്. സുബ്ഹാനല്ലാഹ്, അത് വളരെ പ്രധാനപ്പെട്ട. അള്ളാഹു അത് ശുദ്ധീകരിച്ച് തരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. അള്ളാഹുവിൻ്റെ നഫ്സിന് നീ തഖ്വ നൽകണം, നീ അത് ശുദ്ധീകരിക്കണമേ, നീയാണ് ഏറ്റവും നന്നായി ശുദ്ധീകരിക്കുന്നത്. നഫ്സ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അർത്ഥത്തിൽ നഫ്സ് ഉപയോഗിക്കും, ഒരാളുടെ മനസ്സ് എന്ന അർത്ഥത്തിൽ. അത് ഖൽബ് തന്നെയാണോ, അതല്ല നഫ്സ് വേറെയാണോ എന്നൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. അല്ലാഹു അലം, അള്ളാഹുവിനാണ് അത് അറിയുക. ഹൃദയം ഒന്ന് വേറെ, മനസ്സൊന്ന് വേറെ, അങ്ങനെ വേറെയുണ്ടോ, അള്ളാഹുവിനാണ് അറിയുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹു പറഞ്ഞതിനപ്പുറം പറയുക സാധ്യമല്ല. മനുഷ്യൻ്റെ റൂഹും അവൻ്റെ മനസ്സും അവൻ്റെ ഹൃദയവും അവൻ്റെ ബുദ്ധിയും ഇതൊക്കെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിൽ മനസ്സിലാക്കിയ കാര്യങ്ങളെക്കാൾ അവൻ അറിയാത്ത കാര്യങ്ങളാണുള്ളത്. എന്താണ് റൂഹ്? അള്ളാഹുവിനാണ് അറിയുക. ഖുൽ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. എന്താണ് ഈ ആത്മാവ്, എന്താണ് ഈ സംഗതി? അതാ പുറത്തേക്ക് പോകുമ്പോൾ ഒരാൾ മരിച്ചു വീഴുന്നു. അതുകൊണ്ട് ചില സലഫുകൾ പറഞ്ഞു ലോകത്തേറ്റവും സുഗന്ധമുള്ളത്, ചില പണ്ഡിതന്മാർ പറഞ്ഞു ലോകത്തേറ്റവും സുഗന്ധമുള്ളത് റൂഹിനാണ് എന്ന്. കാരണം അത് പോയതോടെ ചീഞ്ഞളിഞ്ഞു പോവുകയാണ്. മനസ്സിലായില്ലേ? അത് പോയതോടെ ചീഞ്ഞളിഞ്ഞു പോവുകയാണ്. ഈ കണ്ട ദുർഗന്ധമൊക്കെ പുറത്തേക്ക് വരാതെ നിൽക്കുന്നു ശരീരത്തിൽ. എന്തുണ്ടാകുമ്പോൾ? റൂഹുണ്ടാകുമ്പോൾ. ചിലർ അതുപോലെ അത്യബായ സുഗന്ധപൂരിതമായ മറ്റൊന്നുമില്ല എന്ന് മുൻഗാമികൾ ചിലർ പറഞ്ഞതാണ്. അല്ലാഹു അലം, അള്ളാഹുവിനാണ് അറിയുക. ഇത് യാഥാർത്ഥ്യം എന്താണ് അറിയില്ല. മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും അവൻ്റെ ഹൃദയവും, ഈ മിടിക്കുന്ന ഹൃദയം, അതിലാണ് ചിന്തയുള്ളത്. അതുകൊണ്ടാണ് ചിന്തിക്കുക. അത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? അതേസമയം നഫ്സ്, മനുഷ്യൻ്റെ മനസ്സെന്ന് നമ്മൾ പരിഭാഷ പറയാറുള്ള കാര്യം, ഇത് രണ്ടും ഒന്നാണോ, അതല്ല, എന്താണ് അതിൻ്റെ അള്ളാഹുവിനാണ് അതുപോലുള്ള കാര്യങ്ങൾ അറിയുക. നമുക്കതിൽ നിന്ന് ഖുർആനും സുന്നത്തിനും വന്നതിനനുസരിച്ച് ഒരു ധാരണ വെക്കുക എന്നതല്ലാതെ നമുക്ക് അറിയില്ല. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ ഉറക്കവും നമ്മുടെ സ്വപ്നവും ആരാണ് അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടുപിടിച്ചിട്ടുള്ളത്? ഏത് ശാസ്ത്രമാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്താണ് സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യം? അറിയുകയില്ല. പടപ്പുകൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ. പക്ഷെ അള്ളാഹു റബ്ബുൽ ആലമീൻ അത് പലതിൻ്റെയും സൂചനയും അടയാളവുമായി നിശ്ചയിച്ചിരിക്കുന്നു. ഏതുപോലെ ഖബറിലെ ശിക്ഷക്ക്, ഖബറിലെ നഈമിനുള്ള നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന തെളിവുകളിലൊന്നാണ് ഉറക്കത്തിലെ സ്വപ്നം എന്ന് പറയുന്നത്. ഖുർആനിലും സുന്നത്തിലും അതിന് ദലീൽ വന്നിട്ടുണ്ട്. ഖുർആനിലും സുന്നത്തിലും വന്നു ഖബറിൽ മനുഷ്യൻ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ അവന് അനുഗ്രഹങ്ങൾ അവൻ അനുഭവിക്കും ഖബറിൽ. അത് മനുഷ്യൻ ഖബറടക്കിയാലും, അവനെ കരിച്ച് ചാരമാക്കിയാലും, അവനെ മൃഗങ്ങൾ തിന്നാലും, അവനെ പക്ഷികൾ കൊത്തി തിന്നാലും, അവനെ മത്സ്യങ്ങൾ ഭക്ഷിച്ചാലും ശരി, ഈ ബർസഖിലെ അനുഭവം അനുഭവിക്കും. യാതൊരു സംശയമില്ല. അതിൽ ഖബറടക്കിയാൽ മാത്രമാണ് അല്ല, ഉറപ്പാണ്. ഖുർആനും സുന്നത്തിൽ വന്നതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. നമ്മളത് കാണുകയില്ല. പക്ഷേ മനുഷ്യന് അതിനുള്ള അനുഭവത്തിലുള്ള തെളിവാണ് ഉറക്കവും അതിലെ സ്വപ്നവും. നിങ്ങൾ നോക്കൂ, ഉറക്കത്തിലെ സ്വപ്നത്തിൽ ഒരാൾ ഭീതിപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ടാൽ പലപ്പോഴും അവൻ എഴുന്നേൽക്കുക എങ്ങനെ ആയിരിക്കും? വിയർത്തിട്ടായിരിക്കും. സ്വപ്നത്തിലാണ് അവൻ കണ്ടത്. അവൻ ചിലപ്പോൾ ആ സ്വപ്നം കാരണത്താൽ ക്ഷീണിതനായിരിക്കും എഴുന്നേൽക്കുമ്പോൾ. അങ്ങനത്തെ സ്വപ്നമായിരിക്കും അവൻ കണ്ടിട്ടുണ്ടാവുക. എന്താണിത്? അള്ളാഹുവിനാണ് അറിയുക. അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. ബർസഖിൽ അനുഭവം അത് റൂഹിനാണ് ആദ്യം അനുഭവിക്കുക, പിന്നെ അത് ശരീരം അനുഭവിക്കും. ദുനിയാവിലെ അനുഭവങ്ങൾ ആദ്യം ശരീരത്തിനാണ്, പിന്നെ അത് റൂഹും അനുഭവിക്കും. സ്വർഗവും നരകവും രണ്ടിനും ഒരുപോലെയാണ്, റൂഹിനും ജസദിനും. അതാണ് ഏറ്റവും വലിയ സുഖം സ്വർഗം, ഏറ്റവും വലിയ ശിക്ഷ എന്നത് നരകമാണ്. അതുപോലെ അനുഭവിക്കേണ്ടി വരും, സുഖം അനുഭവിക്കുകയില്ല ദുനിയാവിലോ ബർസഖിലോ. അതുപോലെ ശിക്ഷയും അനുഭവിക്കുകയില്ല നരകം പോലെ ദുനിയാവിലോ ബർസഖിലോ. നസ്അലുല്ലാഹൽ ആഫിയ വസ്സലാമ. പറഞ്ഞു വന്ന ഇതുപോലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഖുർആനും സുന്നത്തിലും വന്നതിനപ്പുറം നമുക്ക് പറയാൻ സാധ്യമല്ല. ചില സാധ്യതകൾ അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആകാം എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഏറ്റവും ഉപകാരമുള്ളത് അള്ളാഹുവിൻ്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഇവിടെ നോക്കൂ, വത്തഖൂ യൗമൻ, നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കുക, ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ, ഒരാളും മറ്റൊരാൾക്കൊരു ഉപകാരവും ചെയ്യാത്ത നാൾ. വലാ യുഖ്ബലു മിൻഹാ ശഫാഅ,
വലാ യുഖ്ബലു സ്വീകരിക്കപ്പെടുകയില്ല മിൻഹ എന്ന് പറഞ്ഞാൽ മിനൻ നഫ്സ്. അതുകൊണ്ടാണ് മിൻഹ എന്ന് പറഞ്ഞത്. കാരണം നഫ്സ് മുഅന്നസാണ്, സ്ത്രീലിംഗ പ്രയോഗമാണ്, സ്ത്രീലിംഗ പദമാണ് നഫ്സ് എന്നത്. അതുകൊണ്ടാണ് അള്ളാഹു എന്തു പറഞ്ഞത്? യാ അയ്യത്തുഹൻ നഫ്സു അൽ മുത്മഇന്നതു, അങ്ങനെയാണ്. യാ അയ്യത്തുഹൻ നഫ്സു അൽ മുത്മഇന്ന ഇർജിഇ, ഇർജി എന്നല്ല ഇർജിഇ, പുല്ലിംഗമാണെങ്കിലാണ് ഇർജി എന്ന് പറയുക. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. അതിൽ നിന്ന് സ്വീകരിക്കപ്പെടുക, ഒരാളിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല ഷഫാ, ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല. വല യുഖദു മിൻഹ, അതുപോലെ അവരിൽ നിന്ന് എടുക്കുകയില്ല അദിൽ, പകരം പ്രായശ്ചിത്തം ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല. വലാഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയുമില്ല. അങ്ങനെ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. നോക്കൂ, അന്ത്യനാളിനെ സൂക്ഷിക്കുക എന്ന് അള്ളാഹു പറഞ്ഞു. ഖുർആനിലെ അവസാനത്തെ ആയത്ത്, അവസാനം അവതരിച്ച ആയത്ത് എന്ന് സഹാബത്ത് പറഞ്ഞിട്ടുള്ള, മുൻഗാമികളിൽ ധാരാളം പേർ പറഞ്ഞിട്ടുള്ള ആയത്താണ് സൂറത്തുൽ ബഖറയിലെ പലിശയെക്കുറിച്ച് പറഞ്ഞ ആയത്തുകൾക്കൊടുവിൽ അള്ളാഹു പറഞ്ഞ ആയത്ത്. അതുകൊണ്ടാണ് ആ ആയത്തിന് ആയത്തുർ റിബ എന്ന് ചില സലഫുകൾ പറഞ്ഞത് കാണാം. പലിശയെക്കുറിച്ച് പറഞ്ഞ ആയത്തുകളുടെ അവസാനമാണതുള്ളത്. ഏതാണ് ആയത്ത്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുലേക്ക് തിരിച്ചു പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ പേടിച്ചുകൊള്ളുക, സൂക്ഷിച്ചുകൊള്ളുക. ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്താണ് അത് എന്നാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. എന്നിട്ട് ഓരോരുത്തർക്കും അവർ ചെയ്തതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടും. വഹും ലാ യുദ്ലമൂൻ, അവർ അനീതിക്ക് വിധേയരാവുകയില്ല. അപ്പോൾ നോക്കൂ, അതുപോലെ ഈ ആയത്തിൽ പറഞ്ഞു വത്തഖൂ യൗമൻ, നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിച്ചുകൊള്ളുക. അള്ളാഹു ഖുർആനിൽ സൂറത്തു ലുഖ്മാനിൽ പറഞ്ഞത് നമുക്ക് കാണാം. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും, ഓ മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. നോക്കൂ നിങ്ങൾ, യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും വഖ്ശൗ യൗമ, ഒരു ദിവസത്തെ നിങ്ങൾ പേടിക്കുക. വഖ്ശൗ യൗമ, എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ. ഒരു വാലിദും തൻ്റെ വലദിന്, ഒരു പിതാവും തൻ്റെ സന്താനത്തിന് ഒരു ഉപകാരം ചെയ്യുകയില്ല. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ, ഒരു സന്താനവും തൻ്റെ പിതാവിന് ഒരു ഉപകാരവും ചെയ്യുകയില്ല, ഒന്നും നേടിക്കൊടുക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, അല്ലാഹു അക്ബർ, അള്ളാഹുവിൻ്റെ നബിമാർ പോലും അവരുടെ സ്വന്തക്കാർക്ക് ഒന്നും അവരുടെ അമലില്ലെങ്കിൽ അവർക്ക് നേടിക്കൊടുക്കാൻ സാധിക്കില്ല. ആരാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബന്ധുക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ, മകളെ ഫാത്തിമയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമയെക്കുറിച്ച് പറഞ്ഞ എന്താണ്? ഫാത്തിമ മിന്നി, എൻ്റെ ഒരു കഷ്ണമാണ് ഫാത്തിമ. ഫാത്തിമയെ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയാൽ അത് എന്നെ പ്രയാസപ്പെടുത്തിയതുപോലെയാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെയുള്ള ഫാത്തിമയെ വരെ വിളിച്ച് നബി പറഞ്ഞു, മോളെ സലി, നീ ചോദിച്ചോളൂ, ഈ ദുനിയാവിൽ നിന്ന് വല്ലതും, എൻ്റെ സമ്പത്തിൽ നിന്ന് ചോദിച്ചോളൂ, പക്ഷേ ലാ ഉഗ്നി അൻകി മിൻ അല്ലാഹി ഷൈഅ, അള്ളാഹുവിൽ നിന്നൊന്നും നിനക്ക് നേടിത്തരാൻ എനിക്ക് സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരെ വിളിച്ച് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് അവരുടെ അമൽ ശരിയല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ അള്ളാഹുവിൻ്റെ നബിമാർക്കോ സാധ്യമല്ല. ഒരു പിതാവിന് പകരം അവരുടെ ശിക്ഷ മാറ്റിക്കൊടുക്കാൻ സന്താനത്തിനോ, സന്താനത്തിൻ്റെ മാറ്റിക്കൊടുക്കാൻ പിതാവിനോ സാധ്യമല്ല. അങ്ങനെയുള്ള ദിവസമാണത്. അതിനെ നിങ്ങൾ സൂക്ഷിക്കുക. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ, ഒരു ശുപാർശയും അതിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ നോക്കൂ, ശുപാർശ അതിൻ്റെ അടിസ്ഥാന നിയമം എന്താണ്? നിങ്ങൾ ഖുർആനിൽ ബഹുഭൂരിപക്ഷം ആയത്തുകൾ എടുത്താലും പരലോകത്ത് ശുപാർശയില്ല, ശുപാർശ നടക്കുകയില്ല എന്നിങ്ങനെയാണ് കാണാൻ സാധിക്കുക. എന്തുകൊണ്ടാണത്? കാരണം ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും വിചാരിച്ചു വരുന്ന ശുപാർശ അത് നടക്കാത്ത ശുപാർശയാണ്. മുശ്രിക്കുകൾ ജൽപ്പിച്ചു പോരുന്ന ശുപാർശ നടക്കാത്ത ശുപാർശയാണ്. അതല്ല പരലോകത്തെ ശുപാർശ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ശുപാർശയുടെ ആകത്തുക എന്നാൽ അത് അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹുവിലേക്കാണ്. അള്ളാഹു പറഞ്ഞു ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ, അള്ളാഹുവിൻ്റെതാണ് ശുപാർശ മുഴുവൻ. കാരണം അത് പറയുക ആരാണ്? അവൻ അനുവാദം നൽകിയവർ മാത്രം. അവൻ അനുവാദം നൽകിയവരെ അവനോട് ശുപാർശ പറയും. ആർക്കാണത് ഉപകാരപ്പെടുക? അവൻ തൃപ്തിപ്പെട്ടവർക്ക് മാത്രം.
അവൻ തൃപ്തിപ്പെട്ടവർക്കേ ഉപകാരപ്പെടൂ, അവൻ അനുവാദം നൽകിയവരെ അത് പറയുകയും ചെയ്യുകയുള്ളൂ. പിന്നെന്താണ് അതുകൊണ്ടുള്ള ഹിക്മ? ഒന്ന്, അത് ഷാഫിഇന് ശുപാർശ ആര് പറയുന്നു അവർക്ക് അള്ളാഹു നൽകുന്ന ആദരവാണ്, അവരുടെ സ്ഥാനം അള്ളാഹു അതിലൂടെ ഉയർത്തിയിരിക്കുന്നു. അതുപോലെ അള്ളാഹു തൃപ്തിപ്പെടും എന്ന് പറഞ്ഞാൽ തൗഹീദുള്ള ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുക, അവർക്കേ അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. ആ ശുപാർശ ദീനിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ പറയും, അള്ളാഹുവിൻ്റെ നബിമാർ ശുപാർശ പറയും, മലക്കുകൾ ശുപാർശ പറയും, മുഅ്മിനുകൾ ശുപാർശ പറയും. ഇവരെല്ലാം ശുപാർശ പറഞ്ഞാൽ അള്ളാഹു പറയും, മലക്കുകൾ ശുപാർശ പറഞ്ഞു, നബിമാർ പറഞ്ഞു, മുഅ്മിനുകൾ പറഞ്ഞു, വമാ ബഖിയ ഇല്ലാ അർഹമുർ റാഹിമീൻ, ഇനി അർഹമുർ റാഹിമീൻ മാത്രമേ ബാക്കിയുള്ളൂ. എന്നിട്ട് അള്ളാഹു നരകത്തിൽ നിന്ന് 3 കോരൽ കോരുമെന്നാണ്. 3 കോരൽ കോരും. അതിൽ മുവഹിദുകളായ ആളുകൾ മുഴുവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഹദീസ് കേട്ടാൽ അദ്ദേഹം അത് കേട്ട് ഏറെ സന്തോഷിക്കുകയുണ്ടായി. കാരണം അദ്ദേഹം പറഞ്ഞു, റബ്ബിൻ്റെ ആ 3 കോരലിൽ ഇനി ഒരാൾ ഒഴിവായി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അതിനർത്ഥം ശിക്ഷിക്കപ്പെടുകയില്ല എന്നല്ല, മറിച്ച് ശിക്ഷ അനുഭവിച്ചതിന് ശേഷമുള്ള കാര്യമാണ്. കാരണം ഒസാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിലെ തിന്മ ചെയ്ത ഒരു വിഭാഗം നരകത്തിൽ ശിക്ഷിക്കപ്പെടും, ശാശ്വതരല്ല, പക്ഷെ ശിക്ഷിക്കപ്പെടും എന്നത് ഉറപ്പാണ്. മനസ്സിലായില്ലേ? ശിക്ഷിക്കപ്പെടും എന്നത് ഉറപ്പാണ്. ഈ മുഴുവൻ മുഅ്മിനീങ്ങളെയും, തിന്മ ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങളെയും അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കാതെ പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നല്ല നമ്മൾ വിശ്വസിക്കുന്നത്. മറിച്ച് മുഅ്മിനീങ്ങളിൽ ചിലരെ നരകത്തിൽ ശിക്ഷിച്ച ശേഷമേ അള്ളാഹു സ്വർഗത്തിലാക്കിയുള്ളൂ. ഉറപ്പാണ് അക്കാര്യം. ചിലരെ നരകത്തിൽ ശിക്ഷിച്ച ശേഷമേ അള്ളാഹു സ്വർഗത്തിലാക്കുകയുള്ളൂ എന്നത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം എങ്കിലേ ഈ ശുപാർശയുടെ ഹദീസുകളൊക്കെ സഹിയാവുകയുള്ളൂ. മനസ്സിലായില്ലേ? ശുപാർശയുടെ ഈ ഹദീസ് എന്ന് പറയുന്നത് ഇതുപോലുള്ള പിഴച്ച കക്ഷികൾ അഥവാ വൻപാപങ്ങൾ ചെയ്തവർ കാഫറുകളാകും എന്നൊക്കെ വാദമുള്ള ഖവാരിജികളെ പോലെയുള്ള ആളുകൾക്കുള്ള ശക്തമായ മറുപടിയാണ്. അതുകൊണ്ടാണ് ഖവാരിജികളിൽപ്പെട്ട ഒരാൾ പഴയ കാലത്ത് അവർ മുസ്ലിമീങ്ങൾക്കെതിരിൽ വാളെടുത്ത് അവരെ കൊല്ലാൻ പുറപ്പെടാൻ തീരുമാനിച്ചതായിരുന്നു. അങ്ങനെ അവർ മദീനയിൽ വന്നു. മദീനയിൽ മസ്ജിദുൻ നബവിയിൽ ചെന്നപ്പോൾ അവർ കാണുകയാണ് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി മസ്ജിദുൻ നബവിയിൽ ഒരു തൂണിൽ ചാരിയിരുന്ന് ജനങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹീഹ് മുസ്ലിമിലെ ഹദീസാണത്. സഹീഹ് മുസ്ലിമിൽ ആ ഹദീസ് വന്നിട്ടുണ്ട്. അത് ഈ ഹദീസായിരുന്നു പരലോകത്ത് നരകക്കാരായ ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശയാൽ രക്ഷപ്പെടുത്തുന്ന, മുഅ്മിനീങ്ങളുടെ ശുപാർശയാൽ രക്ഷപ്പെടുത്തുന്ന ഹദീസ്. ഇത് ഇവർ കേട്ടു. ഇത് ഇവരുടെ വാദം മുഴുവൻ പൊളിച്ചുകളയുന്ന ഹദീസാണല്ലോ. കാരണം അവരുടെ വാദഗതി പ്രകാരം ഒരാൾ വൻപാപം ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, പിന്നെ ഒരിക്കലും നരകത്തിൽ നിന്ന് മോചിതനാവുകയില്ല. ഇത് കേട്ടപ്പോൾ അവരിൽ ഒരാൾ മറ്റുള്ളവരോട് ചോദിച്ചു, നിങ്ങൾ കരുതുന്നുണ്ടോ ഈ ഷെയ്ഖ് ഇദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്നു എന്ന്? ആരാണത്? ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, സഹാബിയാണ്. ഇദ്ദേഹം ഈ ഷെയ്ഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അതിലൊരാൾ മറ്റുള്ളവരോട് ചോദിച്ചു. അങ്ങനെ അവർ മുഴുവൻ ആ ബിദ്അത്തിൽ നിന്ന്, ഖവാരിജികളുടെ വാദത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങി ഒരാളൊഴികെ, ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളൊഴികെ ബാക്കി എല്ലാവരും തൗബ ചെയ്ത് മടങ്ങിയുണ്ടായി. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ഇതാണ് പറയുന്നത്, ഏതേത് ബിദ്അത്തിൻ്റെ കക്ഷികളുണ്ടോ അവരൊക്കെ രക്ഷപ്പെടുത്താൻ, അവരെ നന്മയിലേക്ക് നയിക്കാനുള്ള വഴി ഇൽമാണ്, അറിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നു കിട്ടിയ അറിവ്. കാരണം ഈ കൊടിയ മുസീബത്തുമായി ഇറങ്ങിയ കൗമാണിത്. ആ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ മജ്ലിസ് അത് കേൾക്കാൻ, ആ ഹദീസ് കേൾക്കാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകിയില്ലായിരുന്നെങ്കിൽ എത്രയോ മുസ്ലിമീങ്ങളെ കൊല്ലാനിറങ്ങിയ കൗമാണിത്. ഖവാരിജികളാണ്, ചില്ലറക്കാരല്ല. വാളെടുത്തിറങ്ങാൻ ഇരുന്ന ടീമാണ്. കാരണം മുസ്ലിമീങ്ങളൊക്കെ കുഫാറുകളാണ്. അവരുടെ വാദപ്രകാരം അവർക്കെതിരിൽ ഇറങ്ങി പുറപ്പെടാൻ നിന്നതാണ്. പക്ഷേ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ മജ്ലിസിലൂടെ അവർ കടന്നു പോകാൻ അള്ളാഹു അവർക്ക് തൗഫീഖ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിനാൽ അവരത് കേട്ടു. സഹീഹ് മുസ്ലിമിൽ നമുക്ക് ഈ സംഭവം കാണാം. സുബ്ഹാനല്ലാഹ്. നമുക്കതാണ് അറിവാണ് നമുക്ക് ഏതേത് ബിദ്അത്തിനെ എതിർക്കാനോ ആളുകളെ മോചിപ്പിക്കാനോ അതിനെ രക്ഷപ്പെടുത്താനുള്ള വഴി. വേറെ വഴിയൊന്നുമില്ല. ആളുകളുടെ എന്തെങ്കിലും അവരുടെ വാക്ചാതുര്യോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഡിപ്ലോമസിയോ അതൊന്നുമല്ല, മറിച്ച് അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി.
അതില്ല എങ്കിൽ അതിൻ്റെ പിൻബലമില്ല എങ്കിൽ ഫലം അത് താൽക്കാലികമോ അല്ലെങ്കിൽ വളരെ കുറവോ ആയിരിക്കും. ഇൽമിൻ്റെ പിൻബലമുള്ള ദഅവ അതിനാണ് ശരിയായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുക. അതിൽ മാറിയ ഒരാളാണ് അവൻ്റെ മാറ്റമാണ് നിലനിൽക്കുക. അതല്ലാത്ത എന്തെങ്കിലും വൈകാരികമായ എന്തെങ്കിലും കേട്ട് കുറച്ച് നേരം ഇങ്ങനെ തിന്മയിൽ നിന്ന് ഒഴിവായി അല്ലെങ്കിൽ എന്തെങ്കിലും വാദഗതികളിൽ നിന്ന് മാറുന്നു, അതിനൊന്നും ഉറപ്പില്ല. ഇൽമിനാണ് ഉറപ്പുള്ളത്, അതാണ് ഉറച്ചു നിൽക്കുക. അള്ളാഹു നമുക്ക് ഉപകാരപ്രദമായ അറിവ് എന്നും നൽകുമാറാകട്ടെ. അപ്പം നോക്കൂ, അള്ളാഹു പറയുന്നു വലാ യുഖ്ബലു മിൻഹാ ശഫാഅ വലാ യുഖദു മിൻഹാ അദ്ൽ. അതുപോലെ അദ്ലും സ്വീകരിക്കപ്പെടുകയില്ല. അദ്ൽ എന്നാൽ ഇവിടെ അർത്ഥം പകരം എന്തെങ്കിലും നൽകുക, ഫിദിയ നൽകുക, പ്രായശ്ചിത്തം നൽകുക. അത് പരലോകത്ത് സ്വീകരിക്കുകയില്ല. അല്ലാഹു അക്ബർ. അള്ളാഹു പറഞ്ഞു, ഭൂമി മുഴുവൻ സ്വർണം ഒരാൾക്കുണ്ട് എന്ന് സങ്കല്പിക്കുക, അത് മുഴുവൻ തരാം എന്ന് പറഞ്ഞാലും പരലോകത്ത് ഒരാൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഭൂമി മുഴുവൻ സ്വർണം, പക്ഷേ സ്വീകരിക്കപ്പെടുകയില്ല. എന്നാൽ ഈ ലോകത്ത് നമ്മൾ മരിക്കുന്നതിന് മുമ്പുള്ള സ്ഥിതി എന്താ? ഒരു മിസ്കാൽ ദർറ, ഒരു ഉറുമ്പിൻ്റെ തൂക്കം അത്ര നീ ഒരു നന്മ ചെയ്താലും, ഒരു കാരൊക്കെ പകുത്തിട്ട് ഒരു പകുതി നീ കൊടുത്താലും അള്ളാഹുവിന് വേണ്ടിയാണോ, അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടും. മരിച്ചു സമയം അങ്ങ് കഴിഞ്ഞാലോ പിന്നെ നീ എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞാലും സാധ്യത, നിൻ്റെ കയ്യിലൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം മരിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് ഏത് രാജാവാണ് തൻ്റെ രാജ്യവും സാമ്രാജ്യവുമായി വരിക? ഒന്നുമില്ലാതെയാണ് വരുന്നത്. ഹുഫാത്തൻ ഉറാത്തൻ ഗുർലൻ. മറ്റു ചില റിവായത്തുകൾ കാണാം ബുഹ്മൻ. ഹുഫാത്തൻ ചെരുപ്പ് പോലുമില്ല, ഉറാത്തൻ വസ്ത്രമില്ല, ഗുർലൻ ചേലാകർമ്മം ചെയ്തിട്ടില്ല, ബുഹ്മൻ എന്ന് പറഞ്ഞാൽ ഒരു സ്വത്തും കയ്യിലില്ല, ഒന്നും കയ്യിലില്ല. ഇവിടെ ലോകം ഒന്നാകെ ഒരാളുടെ കയ്യിലുണ്ട് എങ്കിലും, സാമ്രാജ്യങ്ങളടക്കിയാണ് ആളാണ് എങ്കിലും, മനസ്സിലായില്ലേ? 1 കോടി മനുഷ്യരുടെ കയ്യിലില്ലാത്ത അല്ലെങ്കിൽ അതിലധികം ആളുകളുടെ കയ്യിലില്ലാത്ത സ്വത്തുണ്ടെങ്കിലും, ചില പണക്കാരെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇപ്പോൾ 100-120 കോടി ജനങ്ങളുള്ള ഒരു നാട്ടിൽ ഓരോ മനുഷ്യർക്കും ഓരോ ആൾക്കും ഓരോ വ്യക്തി എടുത്തിട്ട് ഓരോ കോടി വെച്ച് കൊടുത്താലും ഇയാൾ അതേപോലത്തെ പണക്കാരനായിരിക്കും. അങ്ങനത്തെ പണക്കാരുണ്ട് എന്നാണ്. റിസ്ക് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർ കൊടുക്കും. ദുനിയാവിന് അള്ളാഹു അത്ര വില കൊടുത്തിട്ടുള്ളൂ, മനസ്സിലായില്ലേ? അവൻ ജീവിതത്തിൽ ഇതുവരെ അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്തിട്ടില്ല എങ്കിൽ, അള്ളാഹുവിനൊരു സുജൂദ് പോലും അവൻ ചെയ്തിട്ടില്ല എങ്കിലും അള്ളാഹു ചിലപ്പോൾ ദുനിയാവ് ഒന്നാകെ അവന് കൊടുത്തേക്കും. എന്തുകൊണ്ടാണ്? ദുനിയാവിന് അള്ളൊരു വില കൊടുത്തിട്ടില്ല. അള്ളാഹു ഈ ദുനിയാവിനൊരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില നൽകിയിട്ടില്ല. അത് നൽകിയിരുന്നുവെങ്കിൽ അവനെ നിഷേധിച്ചവൻ ഈ ലോകത്തൊരു തുള്ളി വെള്ളം കുടിക്കുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് പരീക്ഷണത്തിൻ്റെ ദാറാണ്, പരീക്ഷണത്തിൻ്റെ ലോകമാണ്. അള്ളാഹു അത് അവന് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാത്തവർക്ക് കൊടുക്കും. പക്ഷേ അവൻ്റെ ഹിക്മത്തുണ്ട് കൊടുക്കണതിന് പിന്നിൽ. അള്ളാഹുവിന് യുക്തിയുണ്ട്, കാര്യമുണ്ട്, വെറുതെ അല്ല. അതിന് പിന്നിൽ അള്ളാഹുവിന് ലക്ഷ്യമുണ്ട്. പക്ഷേ നോക്കൂ, ഇത്ര പണക്കാരുണ്ട്, പക്ഷേ പരലോകത്തവൻ വരിക എങ്ങനെ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. പരലോകത്തവൻ വരിക ഒന്ന് വസ്ത്രമില്ലാതെയാണ്, ചെരുപ്പില്ലാതെയാണ്. ദുനിയാവിൽ അവൻ കിടന്നുറങ്ങിയ വീടും അവൻ്റെ വാഹനവും അവൻ്റെ വസ്ത്രവും അവൻ്റെ ചെരുപ്പൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കി. പരലോകത്തവൻ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അതാണ് നടക്കാൻ പോകുന്നത്. അല്ലാഹു അക്ബർ. ആലോചിച്ച് നോക്കൂ, അതാണ് നടക്കാൻ പോകുന്നത്. ഈമാനും സാലിഹായ അമലുമല്ലാതെ ദുനിയാവിലെ ഒന്നും അവിടെ പ്രയോജനപ്പെടാൻ പോകുന്നില്ല. എന്നല്ല, അത് അള്ളാഹുവിനെ നിഷേധിച്ചു, അതൊക്കെ അവന് ശിക്ഷ ഏറ്റാനാണ് കാരണമാവുക. അവൻ അള്ളാഹു ഈ ലോകത്ത് നൽകിയ നിഅമത്തുകൾ അതവന് ശിക്ഷ ഏറാനാണ് പരലോകത്ത് കാരണമാവുക അള്ളാഹുവിനെ നിഷേധിച്ചാൽ. കാരണം ആ നൽകിയ നിഅമത്തിൻ്റെ പേരിൽ കൂടി അവൻ ശിക്ഷിക്കപ്പെടും, അതിൻ്റെ പേരിൽ കൂടി അവൻ ശിക്ഷിക്കപ്പെടും. സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു കലിമത്തിൻ്റെ വില നോക്കൂ നിങ്ങൾ. ഈ ഷഹാദ അതാണ് ആളുകളെ മാറ്റിയത്. ഈ അവസ്ഥയിൽ നിന്ന് അവനെ നേരെ മാറ്റിയത്. അവൻ്റെ ഒരു ചെറിയ നന്മ പോലും അള്ളാഹു സ്വീകരിച്ചത് വലുതാക്കി വലിയ പ്രതിഫലം നൽകാൻ കാരണമായത് ഈ കലിമത്ത് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്. അതുകൊണ്ട് സഹോദര, നിനക്ക് അള്ളാഹു അത് സ്വീകരിക്കാൻ തൗഫീഖ് നൽകിയിട്ടുണ്ടോ? ആ കോടാനുകോടികൾ കയ്യിലുള്ളവനേക്കാൾ അള്ളാഹു നിനക്ക് നിഅമത്ത് ചൊരിഞ്ഞിട്ടുണ്ട്. ആ കോടികൾ കയ്യിലുള്ളവനേക്കാൾ അള്ളാഹു നിനക്ക് അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. അള്ളാഹു നിനക്ക് എന്ത് പഠിപ്പിച്ചു? നിന്നെ എന്തിലേക്ക് നയിച്ചു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിലേക്ക് നയിച്ചു. അവൻ നിയോഗിച്ച റസൂലിനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിലേക്ക് നിന്നെ നയിച്ചു. ചില സലഫുകൾ പറയാറുണ്ട്, അള്ളാഹു ഖുർആനിൽ ചിലരെ കുറിച്ച് പറഞ്ഞു, വഅഖ്സമൂ ബില്ലാഹി ജഹദ ഈമാനിഹിം,
വഅഖ്സമു ബില്ലാഹി ജഹദ ഇമാനിഹിം, അവർ അവരുടെ എല്ലാ സാധ്യമാകുന്ന എല്ലാ ശപഥവും എല്ലാ സത്യവും ചെയ്തുകൊണ്ട് പറഞ്ഞു അഖ്സമു ബില്ലാഹി ജഹദ ഇമാനിഹിം, അത്രയും ശക്തമായ സത്യം ചെയ്ത് പറയുകയാണ് ഖൗമെന്ത്, ലാ യബ്അസുല്ലാഹു മൻ യമൂത്ത്, അള്ളാഹു ഒരിക്കലും മരിച്ചവരെ ജീവിപ്പിക്കാൻ പോകുന്നില്ല. സലഫുകളിൽ ചിലർ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, റബ്ബേ ഞാൻ എന്ത് പറയുന്നവനാണ്, എൻ്റെ സാധ്യമായ എല്ലാ സത്യവും ചെയ്തുകൊണ്ട് യബ്അസുല്ലാഹു മൻ യമൂത്ത്, അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ് എന്ന് പറയുന്നവൻ. നിങ്ങൾ നോക്കൂ, നിങ്ങൾ രണ്ടിൻ്റെ വ്യത്യാസം. ഇത് പറയാൻ അള്ളാഹു നിനക്ക് തൗഫീഖ് നൽകിയെങ്കിൽ അള്ളാഹു നിനക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. അത് കളഞ്ഞു കൊടുക്കരുത്, നീ അത് നശിപ്പിച്ച് കളയരുത്. നിൻ്റെ തിന്മകൾ കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകാൻ ഒരിക്കലും ഇടവരുത്തരുത്. തിന്മകൾ അത് കാരണത്താൽ ചിലപ്പോൾ പിന്നീട് വലിയ തിന്മയിലേക്ക്, അതിനേക്കാൾ വലുതിലേക്ക് പോയി ഈമാൻ നഷ്ടപ്പെട്ടേക്കാം, തൗഹീദ് പോയേക്കാം. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹു നൽകിയ നിഅമത്ത് എത്രയാണെന്ന് മനസ്സിലാക്കുക. പരലോകത്തൊരു പകരം അള്ളാഹു സ്വീകരിക്കുകയില്ല. ഒരു പകരവും എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ സ്വീകരിക്കുകയില്ല. ഒരാൾ കൊതിച്ചു പോകും, എന്ത്, മക്കളെ കൊടുത്തിട്ട് എന്നെ അള്ളാഹു രക്ഷിച്ചിരുന്നെങ്കിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ നാളിൻ്റെ ഭയാനകത. കാരണം ഈ ലോകത്ത് മനുഷ്യൻ നേരെ തിരിച്ചാണ് ചിന്തിക്കുക. എന്ത് പറ്റിയാൽ എൻ്റെ മക്കൾക്കൊന്നും പറ്റരുത് എന്നാണ് ആളുകൾ ചിന്തിക്കുക. അങ്ങനെ സ്വയം ത്യാഗങ്ങൾ വരിക്കുന്ന ആളുകളാണ് മനുഷ്യർ. പൊതുവേ മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ്. തിന്മ ചെയ്യുന്ന ആളുകൾക്ക് പോലും പലർക്കും ആ സ്വഭാവമുണ്ട്. എൻ്റെ മക്കളൊന്നും ആവരുത്, ഞാൻ ഇതിനു വേണ്ടി മരിക്കും എന്ന് പറയുന്ന ആളുകളില്ലേ. പക്ഷേ പരലോകത്ത് പറയുമെന്നാണ്, എന്ത്, എൻ്റെ മക്കളെ ശിക്ഷിച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്തിയേക്കും. ആ ദിനം അത്രയും അപകടം പിടിച്ചതായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഔറാത്ത് നോക്കാൻ അവിടെ തോന്നാത്തത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, അർരിജാലു വന്നിസാ, പുരുഷന്മാരും സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ലേ? നഗ്നരായി വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംറു അശദ്ദു മിൻ ദാലിക്, കാര്യം അതിനേക്കാൾ എത്രയോ ഭയാനകരമാണ്. കാരണം ഭയം പിടികൂടിയാൽ പിന്നെ മനുഷ്യൻ ഇതൊന്നും കാര്യമല്ല, അവൻ ഇതൊന്നും ചിന്തിക്കാൻ പറ്റാത്തവണ്ണം ഗൗരവകരമാണ് കാര്യം, ഭീതിജനകമാണ് കാര്യം. നരകം കൊണ്ടുവരപ്പെടുമെന്നാണ്, ആളുകൾ അത് കാണും. മുഫസ്സിറുകളിൽ ചില പറഞ്ഞു, അപ്പോഴാണ് ആളുകൾ മുട്ടുകുത്തി വീണു പോവുക, കാൽമുട്ടുകളിൽ വീണു പോവുക. കാരണം അതിങ്ങനെ കൊണ്ടുവരികയാണ്, ആളുകളെല്ലാം അത് കാണുകയാണ്. അള്ളാഹു അതിനെ കൊണ്ടുവരും. വൈദൽ ജഹീമു സുഇറത്, അത് ആളി കത്തിക്കപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 70,000 കടിഞ്ഞാണുകളിൽ 70,000 മലക്കുകൾ ഓരോ കടിഞ്ഞാണും പിടിച്ചുകൊണ്ട് അത് കൊണ്ടുവരുമെന്നാണ്. ആളുകൾ അത് കാണും. നരകത്തെ അള്ളാഹു റബ്ബുൽ ആലമീൻ കൊണ്ടുവരുന്നത്. അത് ഗർജിക്കും, അത് സംസാരിക്കും. അതിന് സംസാരിക്കുന്ന നാവും ആളുകളെ നോക്കുന്ന കണ്ണുകളും ഉണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് സംസാരിക്കും, അതുപോലെ അത് ഗർജിക്കും, ആളുകളെ ഭീതിപ്പെടുത്തും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു പറയുന്ന അന്ന് പകരമൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. വലഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയുമില്ല. ഒരു സഹായവും അവിടെ ലഭിക്കുകയില്ല. ഇവിടെ രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിക്കുക, അത് മുറുകെ പിടിക്കുക എന്നതല്ലാതെ വഴിയില്ല. അള്ളാഹു ആ നാളിൻ്റെ ഭയാനകതകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ആ നാളിലെ വിചാരണ നമുക്ക് എളുപ്പമാക്കി നൽകുമാറാകട്ടെ. അള്ളാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.